രാവിലെ എണിച്ചിട്ട് ഓടാൻ പോലും നിർത്തിയിട്ട് കുറെ കാലമായി. അപ്പൊ ഇന്നെന്തായാലും രാവിലെ ഓടിയേ തീരുള്ളൂ പറഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് തന്നെ അലാറം വെച്ചിട്ട് എണിച്ചു. അത്യാവശ്യം ഇരുട്ടുണ്ടായിരുന്നു, നേരം മെല്ലെ വെളുത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ വാമ്പ് തുടങ്ങി. കുറെ കാലമായി ഓടിയിട്ട് അത് കാരണം നേരെ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം എണിക്കാൻ പറ്റില്ല. ഓടുന്ന മുമ്പ് നേരെ വാമ്പൊക്കെ ചെയ്തിട്ട് ബോഡി ഹീറ്റ് ആക്കിയിട്ട് വേണം ഓടാൻ. അങ്ങനെ വാമ്പെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഓടാൻ തുടങ്ങണം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ കാരണം കുറച്ച് കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നുള്ളൂ. നമ്മളിന്ന് 3 കിലോമീറ്റർ ഓടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ വാരി വലിച്ചിട്ട് ഓടാൻ പറ്റില്ല, മെല്ലെ മെല്ലെ ഓടാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചിട്ട് പണിയെടുക്കാത്ത ആളായ കാരണം മെല്ലെ മെല്ലെ ഓടുന്ന ഉചിതം പറഞ്ഞിട്ട് മെല്ലെ ഓടുകയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ ഓടി പാതി ദൂരത്തെപ്പോഴേക്കും നേരം കുറച്ച് വെളുത്തിട്ടുണ്ട്, പക്ഷേ സൂര്യൻ മാത്രം വന്നിട്ടില്ല. അങ്ങനെ ഓടുന്ന വഴിയിൽ 2 മലയാളാനെയും കണ്ടു. അതിലൊരുത്തനാണ് ബൻ, വേറൊരുത്തൻ ഞങ്ങളെ കണ്ടത് ഏതൊക്കെയോ വഴി ഓടി. അങ്ങനെ ഞങ്ങൾ ഓടിയിട്ട് ഹൈവേ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സർവീസ് റോട്ടിൽ കൂടിയാണ് ഓടല്. പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ രാവിലെ എണിച്ചിട്ട് ഓടാൻ പോയാൽ മെയിനായിട്ട് പട്ടികളുടെ ശല്യം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഉമ്മാര് ശല്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പാവങ്ങളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓടി തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ വന്നത്. എത്ര സെക്കൻഡിൽ ഒരാൾ 100 മീറ്റർ ഓടും, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങി. അങ്ങനെ വെറുതെ ഒരു രസത്തിന് ടാസ്ക് പോലെ വെച്ചാണ്, വേണ്ടായിരുന്നു തോന്നി. അപ്പോഴേക്കും നേരം വെളുത്ത് സൂര്യൻ മെല്ലെ ഉദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ സൂര്യൻ വന്നിട്ട് പോകാലോ പറഞ്ഞിട്ട് അവിടെ കുറെ നേരം ഇരുന്നു. പക്ഷെ 100 മീറ്റർ ഓടിയത് അതൊരു 1.5 ഓട്ടോ. അതിന്റെ കഥപ്പ് ഇതുവരെ നിന്നിട്ടില്ല. അങ്ങനെ സൂര്യനൊക്കെ വന്നു, ഇനി മെല്ലെ തിരിച്ചോടിയാലോ പറഞ്ഞിട്ട് ഇനി തിരിച്ചോടാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ നല്ല വെള്ളദാഹവും ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചോട് തന്നെ വേണം. അങ്ങനെ തിരിച്ചോടുമ്പോഴാണ് ഒരുത്തൻ ഞങ്ങൾ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത്. എന്റെ ഏരിയയിൽ ആരാ നിങ്ങൾ പറഞ്ഞിട്ട് നോക്കണവൻ. അങ്ങനെ ഓടി വരുമ്പോൾ നമ്മുടെ പാടത്ത് കുറെ മയിലുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പോയിട്ട് വാം ഡൗൺ ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകാനാണ് നമ്മുടെ പ്ലാൻ. നേരെ വാം ഡൗൺ ചെയ്തില്ലെങ്കിൽ ഷിൻ പെയിനും വരും.